ഇത് നല്ലൊരു ചോദ്യമാണേ. ഈ ചോദ്യം ഒന്ന് നോക്കിയാലോ. യെസ്, ഒരു ചതുരപ്പെട്ടിയുടെ ഒരു മൂലയിൽ സംഗമിക്കുന്ന അടുത്തടുത്ത 3 മുഖങ്ങളുടെ വിസ്തീർണം ഗുണിച്ചാൽ എന്ത് കിട്ടുന്നതാണ് ചോദ്യം. മക്കളെ, അപ്പം ഞാൻ ആദ്യം എന്തായാലും ഒരു ചതുരപ്പെട്ടി വരയ്ക്കാം. യെസ്, ഒരു ചതുരപ്പെട്ടിയുടെ ചതുരപ്പെട്ടി വരയ്ക്കാം. ഒരു ചതുരപ്പെട്ടിയുടെ ഒരു മൂലയിൽ സംഗമിക്കുന്ന അടുത്തടുത്ത 3 മുഖങ്ങളുടെ വിസ്തീർണങ്ങൾ ഗുണിച്ചാൽ എന്ത് കിട്ടുന്നതാണ്. മക്കളെ, ഈ ചതുരപ്പെട്ടിയുടെ ഒരു മൂല എന്ന് പറഞ്ഞാൽ ഇതൊരു മൂലയല്ലേ. ഈ മൂലയിൽ സംഗമിക്കുന്ന അടുത്തടുത്ത 3 മുഖങ്ങൾ ഏതൊക്കെയാ? ഒരു മുഖം ഇത്, ഫേസ്, ഒരു മുഖം ഇതാണ്, ആണോ? യെസ്. ഇനി രണ്ടാമതൊരു മുഖം ഇതാണ്, ആ മൂലയിൽ സംഗമിക്കുന്ന രണ്ടാമത്തെ ഒരു മുഖം ഇതാണ്. മൂന്നാമത്തെ ഒരു മുഖം ഇതാണ്, ആ മൂലയിൽ സംഗമിക്കുന്ന മൂന്നാമത്തെ ഒരു മുഖം. കണ്ടോ? അപ്പം ഒരു ചതുരപ്പെട്ടിയുടെ ഒരു മൂലയിൽ സംഗമിക്കുന്ന അടുത്തടുത്ത 3 മുഖങ്ങൾ. ഓക്കെ. ഇനി ഇതിന്റെ ഏരിയകൾ നിങ്ങൾ ഇതിന്റെ ഏരിയ A1 ആണെന്നും ഇതിന്റെ ഏരിയ A2 ആണെന്നും ഇതിന്റെ ഏരിയ A3 ആണെന്നും സങ്കല്പിച്ചാൽ മക്കളെ, A1 ഇൻറ്റു A2 ഇൻറ്റു A3 എന്ന് പറയുന്നത് ഈ ചതുരപ്പെട്ടിയുടെ വോളിയത്തിന്റെ സ്ക്വയർ ആയിരിക്കും. അപ്പം ഒരു ചതുരപ്പെട്ടിയുടെ ഒരു മൂലയിൽ സംഗമിക്കുന്ന അടുത്തടുത്ത 3 മുഖങ്ങളുടെ വിസ്തീർണങ്ങൾ ഗുണിച്ചാൽ കിട്ടുന്നത് അതിൻ്റെ വോളിയത്തിന്റെ, വ്യാപ്തത്തിന്റെ വർഗത്തിന് തുല്യമായിരിക്കും. അതായത് അതിന്റെ വോളിയം കണ്ടിട്ട് സ്ക്വയർ എടുത്താൽ കിട്ടുന്ന സംഖ്യ എത്രയാണോ അതാണ് ഈ 3 മുഖങ്ങളുടെ ഏരിയകൾ ഗുണിച്ചാൽ കിട്ടുന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് വോളിയം കാണാനുള്ള ഇക്വേഷൻ √A1 ഇൻറ്റു A2 ഇൻറ്റു A3 എന്നെടുക്കാം. ക്ലിയർ ആണോ? അപ്പൊ ഒരു ചതുരപ്പെട്ടിയുടെ ഒരു മൂലയിൽ സംഗമിക്കുന്ന 3 മുഖങ്ങളുടെ വിസ്തീർണം ഗുണിച്ചാൽ കിട്ടുന്നത് ആ ചതുരപ്പെട്ടിയുടെ വോളിയത്തിന്റെ സ്ക്വയർ ആയിരിക്കും. ഇനി വേറൊരു രീതിയിൽ ഇത് പറയാം, ചില മോഡൽ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് കാണാറുമുണ്ട്. ഒരു ചതുരപ്പെട്ടിയുടെ ഒരു മൂലയിൽ സംഗമിക്കുന്ന 3 മുഖങ്ങളുടെ വിസ്തീർണങ്ങൾ A1, A2, A3 ആണെങ്കിൽ ആ ചതുരപ്പെട്ടിയുടെ വോളിയം എന്ന് പറഞ്ഞാൽ √A1 ഇൻറ്റു A2 ഇൻറ്റു A3ക്ക് തുല്യമായിരിക്കും. ഓക്കെ ആണോ മക്കളെ? അപ്പൊ അങ്ങനെ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്.